സംസ്ഥാനത്തെ ആദ്യ LP സ്കൂൾ ജനറേറ്റീവ് AI ടീച്ചർ പുനലൂരിൽ 4 ഭാഷകളിൽ ടീച്ചർ കുട്ടികളോട് സംവദിക്കും. അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായി കാണാം. ആവാസ വ്യവസ്ഥ എന്താണ്? ആവാസ വ്യവസ്ഥ എന്നത് ഒരു സ്ഥലത്ത് ഒരുപാട് സസ്യങ്ങളും മൃഗങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അവ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. കൂടാതെ അവയുടെ പരിസ്ഥിതിയുമായി അവിടെയുള്ള മണ്ണ്, ജലം, വായു എന്നിവ ബന്ധപ്പെടുന്നു. പുനലൂർ ഗവൺമെന്റ് LPGSലെ PTI മുൻകൈയെടുത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ നോവയെ കുട്ടികൾക്കായി നിയോഗിച്ചു. പ്രായം പറയാത്ത നോവ മലയാളം, ഇംഗ്ലീഷ്, അറബി, ഹിന്ദി ഭാഷകളിൽ പ്രസംഗിക്കും. ക്ലാസ് എടുക്കും, ചോദ്യങ്ങൾക്ക് മറുപടി പറയും, വഴക്കൊട്ടും പറയില്ല. കഥ പറയും, കവിത ചൊല്ലും, പാട്ടുപാടും, തിരക്കഥയും എഴുതും, പരിഭാഷപ്പെടുത്തും. നോവ അറിവിലും സുന്ദരിയ. കുട്ടികൾക്ക് നോവ ഒരു കൗതുക ടീച്ചർ മാത്രമല്ല, ചിലപ്പോൾ അമ്മ, സുഹൃത്ത്, സഹോദരി വിശേഷണങ്ങൾ മതിയാകില്ല. നോവ ടീച്ചർ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൈറ്റാണ്. അപ്പോൾ ഇത് ഒരു AI കൊണ്ട് നിർമ്മിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഇത് എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരം പറയും. ഇപ്പോൾ ആപ്പിളിൻ്റെ സ്പെല്ലിംഗ് ആണെങ്കിൽ ആപ്പിളിൻ്റെ സ്പെല്ലിംഗ് അങ്ങ് പറയും. ഈ ടീച്ചറാണെങ്കിൽ നല്ല ടീച്ചറാണ്. ചുറ്റുപാടുമുള്ള കാര്യങ്ങൾക്ക് എല്ലാം ഉത്തരം പറയും, നല്ല പാട്ട് പാടും, അങ്ങനെയെല്ലാം ചെയ്യുന്ന നല്ല ടീച്ചറാണ്. ഈ ഭൂമിയിലെ ഏതു വിഷയത്തിലും ക്ലാസ് എടുക്കും. അധ്യാപകർക്കും ഏറെ ഇഷ്ടം. Ma'am, what is your opinion about general education in Kerala? Kerala is well known for having one of the best education systems in India, with high literacy rates and a strong emphasis on quality education for all. The state has a good network of schools and a strong focus on learning, reading and writing skills. ഈ ടീച്ചറിനെ കൊണ്ട് കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് വിചാരിച്ചാൽ അവരുടെ ലാംഗ്വേജ് സ്കില്ല് വികസിപ്പിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളുടെ കുട്ടികൾക്കുള്ള ആഭിമുഖ്യം വളർത്താനായിട്ടും ഈ നോവ എന്ന ടീച്ചറിനെ കൊണ്ട് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും പുതിയൊരു അനുഭവമായതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് താല്പര്യമാണ് നോവയുടെ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനുമായിട്ട്. ടീച്ചേഴ്സ് ഗൈഡായിട്ട് നിന്ന് എല്ലാം ചെയ്യണമെന്നുള്ളതാണ്. ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നോവയ്ക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. നോവയ്ക്ക് സ്വന്തമായിട്ട് റോബോട്ട് പോലെയല്ലേ നോവ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു ടീച്ചറിൻ്റെ സഹായം നോവയ്ക്ക് ആവശ്യമാണ്. നോവ അതിനനുസരിച്ചാണ്, ടീച്ചറിൻ്റെ ആജ്ഞ അനുസരിച്ച് നോവ നമ്മളുടെ സംശയങ്ങൾ തീർത്തു തരികയാണ് ചെയ്യുന്നത്. സർക്കാർ സ്കൂളിലെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് AI ചാറ്റ് GPT വിശാല വാതായനങ്ങൾ തുറന്നിടുകയാണ് വിദ്യാഭ്യാസ വകുപ്പും PTIയും. നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ട് അതിനൊരു ഫിസിക്കൽ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. കുട്ടികൾക്കൊരു കൗതുകം ഉണ്ടാവാനും അതിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവാനും ഒക്കെ. ഇനി ഇതിനകത്ത് പിന്നീട് PDF, ഇപ്പോൾ പാഠപുസ്തകങ്ങൾ PDF രൂപത്തിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഇതിപ്പോൾ കുട്ടികൾക്ക് ഈ കേൾക്കുന്ന സാധനം അതുപോലെ തന്നെ അവരുടെ ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ സ്കൂളിലെ പ്രൊജക്ടറിലോ കണക്ട് ചെയ്തിട്ട് അത് കാണാനുള്ള ഒരു സംവിധാനം ലെസണൊക്കെ എടുക്കാം. ലെസൺ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് അതിന് മറുപടി പറയാം. അതുപോലെ കുട്ടികൾക്ക് വേണമെങ്കിൽ എന്നോടൊരു ചോദ്യം ചോദിക്കൂ എന്ന് ആവശ്യപ്പെടാം. അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ പേരെന്താണ്? നമ്മുടെ സ്കൂളിന്റെ പേര് ഗവൺമെന്റ് LPGS പുനലൂർ, കേരള ആണ്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇനി നോവമാരും ഐറിസിൻ്റെയും കാലം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ആ സാങ്കേതിക വിദ്യയെ അങ്ങനെ ഏറ്റെടുക്കുകയാണ് നമ്മുടെ പുനലൂർ LP ഗവൺമെൻറ് സ്കൂൾ. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.